അസ്സലാമു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് വിശുദ്ധ ഖുർആനിലെ 47-ാമത്തെ അധ്യായമായ സൂറ മുഹമ്മദിൻ്റെ ഉള്ളടക്കത്തെക്കുറിച്ചാണ്. മദീനയിലാണ് ഇതിൻ്റെ അവതരണക്രമം നോക്കുകയാണെങ്കിൽ 95-ാമത്തേതാണ് ഇത്. 38 വചനങ്ങളാണ് ഈ സൂറയിലുള്ളത്. 4 ഖണ്ഡികകളായി ഇതിനെ തിരിച്ചിരിക്കുന്നു. ഇതിൻ്റെ പ്രധാന വിഷയം ജിഹാദ്, വിശ്വാസികളുടെ ദൗത്യബോധം, അള്ളാഹുവിൻ്റെ സഹായം, പിന്നീടുള്ള പ്രതിഫലങ്ങൾ എന്നിവയെക്കുറിച്ചിട്ടുള്ളതാണ്. ഈ സൂറയിൽ വിശ്വാസികളും കാഫിറുകളും തമ്മിലുള്ള വ്യത്യാസം വിശദീകരിക്കുന്നു. വിശ്വാസികൾക്ക് അള്ളാഹുവിൻ്റെ സഹായവും കാഫിറുകൾക്ക് പരാജയവും നിശ്ചിതമാണെന്ന് പറയുന്നു. 7-ാം വചനത്തിൽ അള്ളാഹുവിനെ സഹായിച്ചാൽ അള്ളാഹു നിങ്ങളെ സഹായിക്കും എന്ന വാക്കുകൾ ജിഹാദിൻ്റെ പ്രാധാന്യവും വിശ്വാസികളുടെ വിജയവും വ്യക്തമാക്കുന്നു. യുദ്ധത്തിൻ്റെ നിയമങ്ങളും വിശ്വാസികൾക്കുണ്ട് എന്നതിൻ്റെ വിശദീകരണം നൽകുന്നു. വിശ്വാസികൾക്കുള്ള വിജയങ്ങളും കാഫിറുകൾക്കുള്ള ശിക്ഷകളും പരാമർശിക്കുന്നു. യുദ്ധകാലത്ത് ശത്രുക്കളോടുള്ള സമീപനം, തടവുകാരുടെ മോചനത്തെക്കുറിച്ചും ചർച്ച ചെയ്യുന്നു. 35-ാം വചനത്തിൽ നിങ്ങൾ ദൗർലഭ്യം കാണിക്കരുത്, നിങ്ങൾ തന്നെയാണ് ഉന്നതന്മാർ എന്നിരിക്കെ ശത്രുക്കളെ നിങ്ങൾ സന്ധിക്കു ക്ഷണിക്കുകയും ചെയ്യരുത്. അള്ളാഹു നിങ്ങളുടെ കൂടെയുണ്ട്. നിങ്ങളുടെ കർമ്മഫലങ്ങൾ നിങ്ങൾക്ക് ഒരിക്കലും അവൻ നഷ്ടപ്പെടുത്തുകയില്ല എന്ന വാക്കുകൾ വിശ്വാസികൾക്ക് ധൈര്യം നൽകുന്നതായി വിശദീകരിക്കുന്നു. ചുരുക്കത്തിൽ പറഞ്ഞാൽ സൂറ മുഹമ്മദിൻ്റെ സന്ദേശം വിശ്വാസികളെ ഉത്സാഹിപ്പിക്കുന്നതും അവരെ ജിഹാദ്, ധൈര്യം, നിയമങ്ങൾ എന്നിവയുമായി ബന്ധിപ്പിക്കുന്നതുമാണ്.